ഇനി അഥവാ നിങ്ങൾക്ക് കൊടുക്കാൻ മടിയാണെങ്കിൽ അവന് ഞാൻ എന്റെ വീതത്തിൽ നിന്ന് ഒരു പങ്ക് കൊടുത്തോളാം. എന്റെ അപ്പൻ വെറും കൈയോടല്ലോ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അന്നമ്മേ, റേഷൻ കാർഡിൽ ഗൃഹനാഥന്റെ കോളത്തിൽ ഇപ്പോഴും എന്റെ പേര് തന്നെ അല്ലേ എഴുതിയിരിക്കുന്നേ? ആ പോസ്റ്റിൽ പൂക്കാർഡ് ഇരിക്കുന്നിടത്തോളം കാലം ആർക്കൊക്കെ എന്നാ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. തൽക്കാലം അന്നമ്മ അടുക്കള ഭരിച്ചാ മതി, കേട്ടല്ലോ? സാരമില്ല അമ്മച്ചി, ഓഹരിയൊക്കെ അപ്പച്ചന്റെ ഇഷ്ടത്തിന് മതിയെന്നേ. അതുവരെ എനിക്കവിടെ കഴിയാലോ. അന്നമ്മച്ചി വന്നേ. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, അമ്മച്ചിയെ സോപ്പിട്ട് അത് മുഴുവൻ അവൻ കൈക്കലാക്കും. അതിനു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ശരിയാ, ഇനി അധികം വൈകിക്കണ്ട. നീ ആ വക്കീലിനെ വിളിച്ച് ഇവിടം വരെ ഒന്ന് വരാൻ പറ. ആ ശരി അച്ഛാ, ഇപ്പൊ തന്നെ ഞാൻ പറയാം. അമ്മച്ചി, എന്റെ കൊച്ചിനെന്തോ പറ്റിയടി മോളെ. അവൻ എന്നത്ര നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. എത്രയെന്ന് വെച്ചാ അമ്മച്ചി ഇതൊക്കെ കണ്ട് സഹിച്ച് ഇച്ചായൻ ഇങ്ങനെ തീ തിന്ന് ജീവിക്കുന്നത്? എത്രയോ പ്രാവശ്യം ആ പാവത്തിന്റെ സങ്കടം ഞാൻ കണ്ടു നിന്നിട്ടുണ്ട്. നമ്മളെ ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി എല്ലാം ഉള്ളിലിട്ട് നീറ്റുമായിരുന്നു ഇച്ചായൻ. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നീ എന്തിനാ മോളെ ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചത്? പറയാൻ പലവട്ടം ഞാൻ ഒരുങ്ങിയതാ അമ്മച്ചി. പക്ഷേ ഇച്ചായനായിട്ട് തന്നെയാ വിലക്കിയത്. ഇച്ചായൻ അങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞ അത് അമ്മച്ചിക്ക് അപ്പച്ചനൊന്നും താങ്ങാൻ പറ്റില്ലെന്ന് ഇച്ചായൻ അറിയായിരുന്നു. അറിഞ്ഞ അമ്മച്ചി എന്തെങ്കിലും കൺകൈ ചെയ്യുമെന്ന് പേടിയായിരുന്നു ഇച്ചായന്. എന്റെ കർത്താവേ, ഇതൊന്നും അറിയാതെ ഞാൻ എന്റെ കുഞ്ഞിനെ ഒരുപാട് സങ്കടപ്പെടുത്തിയല്ലോ. അവനെ മനസ്സിലാക്കാൻ പറ്റാത്തതിലും സങ്കടപ്പെടുത്തിയതിനും ഒക്കെ കർത്താവ് തമ്പുരാൻ ശിക്ഷിച്ചതാ എന്നെ. എന്റെ മാതാവേ, എന്റെ കുഞ്ഞിനെ ഒരു കുഴപ്പം കൂടാതെ ഇങ്ങ് തിരിച്ചു തന്നേക്കണേ. എന്റെ റാഹേലേ, നീ ഇങ്ങനെ പട്ടിണി കിടന്നും സങ്കടപ്പെട്ടിട്ടും എന്ന കാര്യം? അവന്റെ മനസ്സൊന്ന് തണുക്കുമ്പോ അവൻ തിരിച്ചു വരുവടി. അവൻ ഇങ്ങനെ നമ്മളെ വിട്ടിട്ട് ഒരുപാട് കാലം മാറി നിൽക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നണുണ്ടോ? ആ, ഇനിയിപ്പോ നമ്മളെ കാര്യം വിട്ടേക്ക്. ഇവളെ കാണാതെ അവന് അധികാലം നിൽക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നണുണ്ടോ? അവൻ ഇങ്ങ് വരുമടി. നീ എഴുന്നേറ്റ് വന്ന് വല്ലതും കഴിക്ക്. പട്ടിണി കിടന്ന് നീ വല്ല ഏനക്കേടും വരുത്തി വെക്കല്ലേ. അപ്പച്ചൻ പറയുന്നത് കേക്കമ്മച്ചി, വന്ന് വല്ലതും കഴിച്ചേ. വേണ്ട, എന്റെ മോൻ വരാതെ തുള്ളി വെള്ളം കുടിക്കുകയല്ല ഞാൻ. പട്ടിണി കിടന്ന് ചത്താലും അവനെ കാണാതെ ഒരു വറ്റിറങ്ങുകയല്ല എനിക്ക്. മോളെ, അവന്റെ കുഞ്ഞിപ്പ എവിടെ ഉണ്ടടി? അറിയില്ല അമ്മച്ചി. ആ കുഞ്ഞിപ്പോ ഗൗരിയുടെ കൂടെയാണ്. അവൾ ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിക്കോളും. അവൻ വരും. എനിക്കെന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാത്തിനാ കർത്താവ് തമ്പുരാനെ വിളിക്കുന്നത്? എന്റെ മാതാവേ, അവനെ എത്രയും പെട്ടെന്ന് എന്റെ മുമ്പിൽ കൊണ്ട് തന്നേക്കണേ. അതവനാ, എന്റെ മോനാ വന്നത്. നമ്മുടെ അജോയാ വന്നത്. ഞാൻ ചെന്ന് വാതിൽ തുറക്കട്ടെ. അമ്മച്ചി, എന്താ ഇത്? നീ നോക്കിക്കൊടി, എന്റെ ചെറുക്കനാ വിളിക്കുന്നത്. റാഹേലേ, എന്റെതാ എല്ലാരും കൂടെ എന്തോന്നാ എല്ലാരും കൂടി പകച്ചു നോക്കുന്നേ? ഞങ്ങളെ കാണാൻ എല്ലാരും അങ്ങ് വിഷമിച്ചു പോയോ? ഇന്നലെ തന്നെ ഇനി തിരിച്ചു വരണമെന്ന് പറഞ്ഞിരുന്ന ജോസഫേ. ബാങ്കിലെ കാര്യമില്ലയോ? അയ്യോ, പിന്നെ മഴയുടെ കയ്യും കാലും പിടിച്ച് ആ ജപ്തി ഒന്ന് നീട്ടി വെപ്പിച്ചത്. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വൈകുന്നേരം ആയിപ്പോയി. പിന്നെ വണ്ടിത്താനത്തൊന്ന് വള്ളവും വണ്ടിയൊക്കെ പിടിച്ചിഞ്ഞ് വരുമ്പോഴത്തേക്ക് പാതിരാ വെളുക്കത്തില്ലയോ?
അതുകൊണ്ട് പിന്നെ രാത്രി ഒരു പരിചയക്കാരന്റെ കൂടെ അങ്ങ് കൂടി. എന്നതാടി നിന്റെ അമ്മച്ചിക്ക് ഇതെന്നാ പറ്റി? ഒരുമാതിരി ചെകുത്തൻ കുരിശു കണ്ടതുപോലെ. എന്നതാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് അവർക്ക് പിടിച്ചില്ലേ? ഏയ് അതൊന്നും അല്ലടി ആലീസേ. ഇന്നലെ വരാത്ത കാര്യം നമ്മൾ വിളിച്ചു പറഞ്ഞില്ലല്ലോ. അതിന്റെ പിണക്കമായിരിക്കും റാഹേലിന്. അല്ലയോ ജോസഫേ? ആ, കുര്യച്ചനും കെട്ടിയോളും വന്നതല്ലേ ഉള്ളൂ. പോയി ചെന്ന് വിശ്രമിക്കുക. ക്ഷീണം കാണും. വിശേഷങ്ങളൊക്കെ അത് കഴിഞ്ഞ് പറയാം നമുക്ക്. അല്ലേ ജോസഫേ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. കയ്യോട് അതങ്ങ് പറഞ്ഞേക്കണം. വണ്ടിത്താനത്തെ വീടിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ജോസൂട്ടി ഒരു ജീപ്പിന്റെ സർവീസ് തുടങ്ങാൻ വേണ്ടി 1 ലക്ഷം രൂപ വീടിന്റെ പ്രമാണം വെച്ച് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തായിരുന്നേ. അടവൊന്നും ചെല്ലാതെ മുതലും പലിശയും കൂട്ടുപലിശയും ഒക്കെയായി രൂപ 2-2.25 ലക്ഷമായിട്ട് അതങ്ങ് കൂടി. ബാങ്കുകാരുടെ കാര്യമൊക്കെ അങ്ങനെയാ. ലോൺ എടുത്ത് ധൂർത്തടിക്കാൻ എളുപ്പമാ. തിരിച്ചടച്ചില്ലെങ്കിലേ വീടും പറമ്പൊക്കെ അവര് കൊണ്ടുപോയേനെ. ഭാഗ്യത്തിന് അവിടുത്തെ മാന്യര് ഞങ്ങളുടെ ഇടവക്കാരനാണ്. അയാളോട് ചെന്ന് കരഞ്ഞ് കാല് പിടിച്ചപ്പം ഒരളവ് തന്നു. ഒരാഴ്ചക്കുള്ളിൽ പലിശ ഇനത്തിൽ ഒരു 30,000 രൂപ കൊണ്ട് അടച്ച ജപ്തി ഒഴിവാക്കി തരാമെന്ന് അയാൾ പറഞ്ഞിരിക്കുക. അത്രയും കാശ് ഞങ്ങളുടെ എവിടുന്നോ? അതുകൊണ്ട് ഞങ്ങൾ ജോസ് കുട്ടിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അവൻ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാനാ. ഞങ്ങളുടെ കയ്യുന്നു ഇത്രയും കാശ് പറയുമ്പോ അങ്ങ് എടുത്തു തരാൻ ഇവിടെ കമ്മട്ടം വെച്ച് നോട്ടടിയൊന്നുമില്ല. കമ്മട്ടമുണ്ടോ കൈക്കോട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയണ്ട. ഞങ്ങളുടെ ചെറുക്കൻ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റൂ. അവൻ അങ്ങനെയാ പറഞ്ഞേ. ആ കാശ് കിട്ടാനുള്ള സ്ത്രീന തുകയെന്ന് കുറച്ചോളാനാ അവൻ പറഞ്ഞത്. ഒരാഴ്ചക്കുള്ളിൽ എല്ലാം ശരിയാക്കണേ ജോസഫേ. അല്ലേ കട്ടപ്പെട്ട് കാലി പിടിച്ചതെല്ലാം വെറുതെ ആയിപ്പോ. പാടി ആലീസേ. നിന്റെ മുഖം കാണുമ്പോ അപ്പച്ചന് മറുത്തൊന്നും പറയാൻ തോന്നുന്നില്ലല്ലോ മോളെ. കുറച്ചുനാളായി ഹർജിക്കാരുടെ ഭാഗത്തു നിന്ന് യാതൊരു വിവരവും ഇല്ലാതായപ്പോ കോടതി കേസ് തള്ളിയതാ. ഗൗരി ഇതുവരെ എവിടെയായിരുന്നു? അന്ന് സുരേന്ദ്രൻ സാറുമായി പോന്നെ പിന്നെ ഇതുവരെ വിവരമൊന്നും ഇല്ലായിരുന്നല്ലോ. കുറച്ചു നാളായി സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു. അതാ വരാതിരുന്നത്. അതെന്താ, നിങ്ങൾക്ക് സുരേന്ദ്രൻ സാറുമായി കോണ്ടാക്ട്സ് ഒന്നും ഇല്ലേ? എനിവേ, ഇപ്പോഴെങ്കിലും ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ ഗൗരിക്ക് തോന്നിയത് നന്നായി. ഹർജിക്കാരന് ഹാജരാവാൻ പറ്റാത്തതിന് മതിയായ കാരണം ബോധിപ്പിക്കാൻ 1 മാസം സമയം അനുവദിച്ചിട്ടുണ്ട് കോടതി. ഒരാഴ്ച കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ആ സമയപരിധിയും കഴിഞ്ഞ് എക്സ്പെർട്ടി വിധിയായനെ. ഏതായാലും അത് നിങ്ങളുടെ ഭാഗ്യം. ഈ കേസ് റീഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് ഗൗരിക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലല്ലോ സർ? എന്ത് ബുദ്ധിമുട്ട്? ഇനിയെങ്കിലും കോടതി വിളിക്കുന്ന സിറ്റിങ്ങിന് കൃത്യമായി ഹാജരാവണം. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എതിർകക്ഷികളായ പെരുമാളിനും ദേവരാജ പണിക്കർക്കും ഒക്കെ കോടതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കൊള്ളപ്പലിശയ്ക്ക് വേണ്ടിയാണ് മേനോന്റെ വീട് അവർ ഈടായി വാങ്ങിയതെന്ന് കോടതിക്ക് ഇതിനകം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. മണി ലെൻഡിംഗ് ആക്ട് പ്രകാരമല്ല അവർ ബിസിനസ് നടത്തിയതെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യാനായാൽ ഈ പറയുന്ന പണിക്കർക്കും പെരുമാളിനും ഒന്നും മേനോൻ സാറിന്റെ വീട് പിടിച്ചു വെക്കാൻ നിയമപരമായി യാതൊരു അവകാശവുമില്ല. മേനോൻ സാർ അവരിൽ നിന്നും കടം വാങ്ങിയ തുക തിരിച്ചു കൊടുക്കാൻ കോടതി പറഞ്ഞാൽ തന്നെ ആ വീട് വിറ്റ് കിട്ടുന്നതിന്റെ പകുതി കാശ് മതിയാവും ആ കുടിശ്ശിക തീർക്കാൻ. ബാക്കി അസറ്റുകളുടെ എല്ലാം തുല്യ അവകാശം മക്കളായ ഗായത്രിക്കും ഗൗരിക്കും വിട്ടു നൽകാൻ കോടതി ഉത്തരവിടും. സാധാരണഗതിയിൽ അങ്ങനെയൊക്കെയാണ് സംഭവിക്കാറുള്ളത്. ഗൗരി ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണെന്നും തുടർന്ന് പഠിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാന്നും കാണിച്ച് നമുക്ക് വേറൊരു കേസ് നോ അതിനുവേണ്ടി പ്രത്യേക ഒരു ഹർജിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ നിലവിലുള്ള കേസ് ഒന്നുകൂടെ ബലമാക്കാൻ ഗായത്രിയും ഗൗരിയും കക്ഷി ചേർന്നുകൊണ്ടൊരു ജോയിന്റ് പെറ്റീഷൻ കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ സർ, ചേച്ചി ഇപ്പം മിസ്സിംഗ് ആണ്. എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സാർ. പക്ഷേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സത്യപ്രകാശ് മേനോന്റെ മക്കളിൽ ആരെങ്കിലും ഒരാള് കല്യാണം കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ കേസിന് പ്രതികൂലമായിട്ട് എന്തെങ്കിലും? ഓക്കെ, വിവാഹം കഴിഞ്ഞതുകൊണ്ട് മക്കൾക്ക് അച്ഛന്റെ സ്വത്തിന്റെ അവകാശം ഇല്ലാതാകുന്നില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും ഒരു കോംപ്ലിക്കേഷനായി വരുന്നില്ല. അല്ല, എന്താ ഇയാൾ ഇങ്ങനെ ചോദിക്കാൻ കാരണം?
ഒന്നുമില്ല, ഞാൻ വെറുതെ സംശയം ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോ സാർ ഏതായാലും ഈ കേസ് നടത്തണം. കേസ് ഞാൻ നടത്താം. പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ഉറപ്പ് എനിക്ക് കിട്ടണം. മുമ്പുണ്ടായിരുന്നത് പോലെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു നിസ്സഹരണം ഉണ്ടാവാൻ പാടില്ല. എങ്കിൽ ഈ കേസിൽ നമ്മൾ ജയിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഞാൻ തരാം. പക്ഷേ മനസ്സ് വയ്ക്കേണ്ടത് നിങ്ങളാ. ഇനി അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവില്ല സർ. എങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഫോർവേഡ് ചെയ്തോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാർ എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, എന്നാ നിങ്ങൾ ഇറങ്ങിക്കോളൂ, ഞാൻ വിളിക്കാം. നോ അതൊക്കെ ഞാൻ പിന്നെ വാങ്ങിക്കോളാം. ആദ്യം ഈ കേസൊന്ന് മൂവ് ആവട്ടെ. താങ്ക് യു സർ. ശരി. ഇയാളെന്തിനാ വക്കീലിനോട് വിവാഹം കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോന്നൊക്കെ ചോദിച്ചത്? ഓ അതോ, അങ്ങനെ കല്യാണം കഴിച്ചാലേ കേസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നൊന്ന് അറിഞ്ഞിരിക്കാമല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടാത്തോണ്ടാണല്ലോ ചോദിച്ചത്. കേസ് നടത്തുന്നതും കല്യാണം കഴിക്കുന്നതും തമ്മിൽ എന്താ ബന്ധമുള്ളത്? അതിനിപ്പോ ബന്ധമുണ്ടെന്ന് ആര് പറഞ്ഞു? ഈ സിവിൽ കേസ് എന്നൊക്കെ പറഞ്ഞാലേ തീരാൻ എത്ര വർഷം എടുക്കുന്ന ആർക്കറിയാം. പക്ഷെ വക്കീല് പറഞ്ഞത് അധികം താമസിക്കാതെ വിധി പറയുമെന്നാണല്ലോ. അതെ, എന്ന് വെച്ചാൽ അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോ വിധി വന്നാൽ തന്നെ എതിർകക്ഷി അപ്പീലിന് പോയാലേ കേസ് പിന്നെ നീണ്ടുപോയില്ലേ. അതുകൊണ്ടാ കല്യാണക്കാരി ഞാൻ പ്രത്യേകിച്ച് ചോദിച്ച് മനസ്സിലാക്കിയത്. അതൊന്നുമല്ല, ഇയാളുടെ മനസ്സിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. ഭരതൻ സാറിന് കൊടുത്ത ആ കള്ള സർട്ടിഫിക്കറ്റ് വെച്ച് ഇനി എന്തേലും സൂത്രപ്പണി ഒപ്പിക്കാനാണോ ഇയാളുടെ ഉദ്ദേശം? അതെന്ത് വർത്താനോടോ ഭാഗ്യക്കുറി താനീ പറയുന്നേ? അപ്പൊ താൻ എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നേ? ഇത്രയും നാളും കൂടെ നടന്നിട്ട് തനിക്ക് എന്നെ ഒട്ടും വിശ്വാസമായിട്ടില്ലല്ലേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല ശങ്കർ, പേടിയാണ് എനിക്ക്. ഒരിക്കലും എന്നെ വിട്ടു പോവില്ലെന്ന് കരുതിയവരൊക്കെ ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ എന്നെ ഉപേക്ഷിച്ചു പോയവരാ. അച്ഛൻ, അമ്മ, ഇപ്പൊ അവരെ പോലെ തന്നെ എന്റെ ചേച്ചിയും. അച്ഛനും അമ്മയും ഉപേക്ഷിച്ചു പോയതിന്റെ കാരണം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പോഴും ചേച്ചി എന്നെ നിഷ്കരണം തള്ളിക്കളഞ്ഞതിന്റെ കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല. നാളെ ഒരു കാലത്ത് ഇയാളിൽ നിന്നും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ തന്നെ വിട്ടുപോകുന്ന ഗൗരി ഭയക്കുന്നുണ്ടല്ലേ? അങ്ങനൊരു പേടിയൊന്നും എനിക്കില്ല. ഇനി അഥവാ താൻ പോയാലും എനിക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല. പക്ഷേ നല്ല സുഹൃത്തായിട്ട് എനിക്ക് പിരിയാൻ പറ്റണം. അതാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു അന്തസ്. ആ അന്തസ് ഫീൽഡ് ഓഫീസർ കാണിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ആ വിശ്വാസം ഉള്ളതുകൊണ്ടാ താൻ പറയുന്ന ഏത് പരിപാടിക്കും എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തതാണെങ്കിൽ കൂടി ഞാൻ ഒപ്പം നിൽക്കുന്നത്. മതി, നിർത്ത്. എനിക്ക് മനസ്സിലായി. എന്നെ ഇപ്പോഴും പൂർണ്ണമായി വിശ്വാസമായിട്ടില്ലെന്ന് ഇത്രയും വളച്ചിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഗൗരി. ഞാൻ വക്കീലിനോട് കല്യാണ കാര്യത്തെ പറ്റി ചോദിച്ചതേ മനസ്സിൽ വേറെ ഒരു ദുരുദ്ദേശവും വെച്ചോണ്ടല്ല ഗൗരി. തന്റെ ചേച്ചിയുടെ അവസ്ഥ എനിക്ക് ശരിക്കും അറിയാവുന്നതുകൊണ്ടാ. തന്റെ ചേച്ചി വിവാഹിതയായതുകൊണ്ട് കേസിന് പ്രതികൂലമായി ബാധിക്കുമെന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ. ചേച്ചി വിവാഹിതയാണെന്നോ? പിന്നെ അന്ന് ചേച്ചി പൂക്കാടന്റെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞത് കള്ളമാണെന്ന് ഇയാൾ പറഞ്ഞതോ? അത് ഞാൻ മനഃപൂർവ്വം മറച്ചു വെച്ചത് ഭാഗ്യക്കുറി. അങ്ങനെ പറയണ്ടെന്ന് ഗായത്രിയുടെ ഭർത്താവ് എന്നോട് പറഞ്ഞത്. പറഞ്ഞാത്ത ആ കുഞ്ഞിനെയും കൊണ്ട് ചേച്ചിയെ കാണാൻ ചെല്ലുമെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാ ഗൗരി ഇതൊന്നും അറിയരുതെന്ന് അയാൾ എന്നോട് ആവശ്യപ്പെട്ടത്. തന്റെ ചേച്ചി താൻ വിചാരിക്കുന്നതിനേക്കാളുമേ ഒരുപാടങ്ങ് മാറിപ്പോയിടോ. ഇനി താൻ അതൊന്നും ഓർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഏതായാലും താൻ വാ. കുഞ്ഞിനെ ദമയന്തി ചേച്ചി ഏൽപ്പിച്ചിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇനി ലേറ്റ് ആവണ്ട. കേറടോ. അല്ല, അന്നമ്മച്ചി ഇതെങ്ങോട്ടാ? പള്ളിയിലൊന്ന് പോണം. ഈ നേരത്തോ? ഇതെന്നാ പറ്റി? ഒന്നുമില്ലടാ, കുറച്ചു നേരം അവിടെ ചെന്നിരുന്ന ഇത്തിരി മനസമാധാനം കിട്ടും. കർത്താവിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ അത്യാവശ്യമായിട്ട് ഇത്തിരി മനസമാധാനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പൊ എന്നാ ഉണ്ടായേ? കയ്യിലെ സ്റ്റോക്കൊക്കെ തീർന്നു പോയോ? നീ പോടാ, കളിയാക്കാതെ. എന്റെ മനപ്രയാസം എനിക്കേ അറിയൂ. ഇവിടെ അപ്പനും മക്കളും ചേർന്ന് എന്തൊക്കെയോ പുതിയ നീക്കത്തിന് തുടക്കം ഇടുന്നുണ്ട് മോനെ. എന്നതൊക്കെയാ അവര് മനസ്സിൽ കണ്ടേക്കുന്നതെന്ന് ആർക്കറിയാം? എന്റെ പേരിലുള്ള സ്വത്തൊക്കെ തിരിച്ചെഴുതി കൊടുക്കാൻ പറഞ്ഞേക്കുക നിന്റെ അപ്പച്ചൻ. അങ്ങനെ കട്ടായം പറയുമ്പോ അനുസരിക്കാനല്ലാതെ എനിക്ക് എന്നെ പറ്റൂടാ മോനെ. ഓ, അതാണോ കാര്യം? അതിനിപ്പോ അമ്മച്ചി പള്ളിയിൽ പോയി കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ലെന്നേ.
അപ്പന്റെയും മക്കളുടെയും മനസ്സിലിരിപ്പ് വേറെയാ. അതൊക്കെ എന്താണെന്ന് കൃത്യമായി എനിക്കറിയാം. എന്റെ അമ്മച്ചി വിഷമിക്കണ്ട. പൂക്കാടൻ പൗലോസിന്റെ ചില്ലിക്കാശ് ആഗ്രഹിച്ചിട്ടില്ല ഈ സണ്ണിച്ചൻ. പിന്നെ ഇവിടെ ഈ ബലം പ്രയോഗിച്ചുള്ള താമസമൊക്കെ മറ്റു പലതും നേരെയാക്കി എടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അമ്മച്ചി. മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ അതൊക്കെ നേരെയായിട്ട് വന്നാൽ ആ നിമിഷം സണ്ണിച്ചൻ പൂക്കാടന്റെ കൊട്ടാരം വിടും. അന്ന് ഈ അന്നമ്മച്ചിയും നിന്റെ കൂടെ ഉണ്ടാവൂടാ മക്കളെ. ഈ സർപ്പക്കുട്ടി കിടന്ന് ശ്വാസം മുട്ടി മതിയായി അമ്മച്ചിക്ക്. ഇത്രയും നല്ലൊരു അമ്മച്ചി എന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ സണ്ണിച്ചന് പൂക്കാടന്റെ പാപക്കറ വീണ സ്വത്ത് എന്തിനാണ് എന്റെ അമ്മച്ചി? വാ, ഞാൻ പള്ളിയിലോട്ടാക്കിയേക്കാം. വേണ്ട മോനെ, അമ്മച്ചി തനിച്ചു പൊയ്ക്കോളാം. കുറച്ചു നേരം തനിച്ചാവുമ്പോഴേ മനസ്സൊന്ന് ശാന്തമാവൂ. പോയിട്ട് വരാം. ശരി അമ്മച്ചി. വർഗീസേ, നമ്മുടെ തോട്ടത്തിൽ എന്നതോ ക്യാഷിന്റെ പ്രശ്നമുണ്ട്. മാമച്ചനെ വിളിച്ച് താൻ അതൊന്ന് ഡീൽ ചെയ്തേക്കണം. അധികം വൈകണ്ട, ശനിയാഴ്ചയാ, ലേബേഴ്സിന്റെ ശമ്പള ദിവസമാ. ശരി ശരി, അത് ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. എന്നതാ കാര്യം? ധർമ്മക്കാരാണേല് ഗേറ്റിന് വെളിയിൽ നിന്നാ മതി. ചില്ലറ കാശോ ശാപ്പാടോ അവിടെ എത്തിച്ചേരും. ഞാൻ എന്റെ ചേച്ചിയെ കാണാനാ വന്നത്, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പിച്ച തണ്ടാനൊന്നുമല്ല. ചേച്ചിയോ? ആരുടെ ചേച്ചി? അങ്ങനെ ഒരുത്തി ഇവിടെ ഇല്ലെങ്കിലോ? എന്റെ ചേച്ചി ഈ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ദേവി ചേച്ചിയെ കാണാൻ എന്നെ ഒന്ന് അനുവദിക്കണം. നടക്കുകയല്ല. നീയും നിന്റെ ചേച്ചിയൊക്കെ പിഴച്ചു പോകാൻ വേണ്ടി എന്നാ തറവേല കാണിക്കാനും മടിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമായി. തരികിട കാണിച്ച് ആദ്യം ചേച്ചി ഈ കുടുംബത്ത് വലിഞ്ഞു കയറി, പിന്നീട് ആ കെയർ ഓഫിൽ ഇപ്പൊ അനിയത്തി. കൊള്ളാലോടി മോളെ നിന്റെ ബുദ്ധി. പക്ഷേ ആ പരിപ്പിന് പൂക്കാടന്റെ കുടുംബത്ത് വേവുകയല്ല. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോയില്ലേല് ഈ കുഞ്ഞിനെ നിന്നെ കാലേ വാരി ഞാൻ ഇവിടുന്ന് പുറത്തറിയും. തൊടില്ല നിങ്ങൾ ഈ കുഞ്ഞിനെ. ഇതിനെ തൊടാനും എടുക്കാനും ഒക്കെ അധികാരമുള്ള ഒരേ ഒരാളെ ഈ വീട്ടിലുള്ളൂ. അത് ഈ കുഞ്ഞിനെ പ്രസവിച്ച എന്റെ ചേച്ചിയാ. അവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടെ നുഴഞ്ഞു കയറി അധികാരം ഉറപ്പിക്കാൻ വന്നൊന്നും അല്ല ഞാൻ. പറ്റില്ലെന്ന് പറഞ്ഞാ പറ്റില്ല. ചേച്ചി അനിയത്തിയും കൂടി കെട്ടിപ്പിടിച്ച് കൊച്ചുവർത്താനം പറയാനേ എന്റെ തറവാട്ടിൽ സ്ഥലവും സൗകര്യം അനുവദിച്ചു തരാൻ ബുദ്ധിമുട്ടാടി കൊച്ചേ. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോകുന്നുണ്ടോ അതോ ഞാൻ കഴുത്തെ പിടിച്ച് പുറത്താക്കണോ? ആഹാ, അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ നിനക്ക്? എന്നാ ഒന്ന് കാണണമല്ലോ. അയ്യോ അപ്പച്ച, ആ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. എടി, നിനക്കെന്നായാലും കാര്യം മാറി അങ്ങോട്ട്. കൊന്നുകളെ ഞാൻ. അപ്പച്ച, ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഒന്ന് അടങ്ങ്. എന്തിനാ കുട്ടി വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ഇങ്ങോട്ട് കയറി വരുന്നത്? ഒന്ന് പോ ഇവിടുന്ന്. എന്നാ സൂസമ്മ ഇവിടെ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് നിനക്ക് അറിയില്ലല്ലേ? നിന്റെ അകത്തമ്മയുടെ അനുജത്തിയാണെന്നും പറഞ്ഞാ ദാ ഇവളോട് വലിഞ്ഞു കയറി വന്നേക്കുന്നത്. അതെന്തുദ്ദേശത്തിന് പുറത്താണേലും എന്റെ കുടുംബത്തിൽ നടക്കാൻ പോകുന്നില്ല. നിനക്കോ നിന്റെ കെട്ടിയോൾക്കോ ഇവളോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പുറത്തായിക്കോണം. അപ്പച്ചൻ ഇങ്ങനെ വാശി പിടിക്കാതെ. ഏതായാലും ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവരെവിടം വരെ വന്നുപോയില്ലേ. മാത്രമല്ല എന്റെ കെട്ടിയോള് ഇവിടെ ചേച്ചിയാന്നും പറയുന്നു. ആ സ്ഥിതിക്ക് ഇവരെ ഒന്ന് കാണാൻ അനുവദിക്കുന്നതിൽ ഇത്രയ്ക്ക് ബലം പിടിക്കേണ്ട കാര്യം എന്നതാ അപ്പച്ച? ഇക്കാര്യത്തിൽ നിന്റെ വക്കാലത്ത് ഇവിടെ ആവശ്യമില്ല. കോടതിയിലെ ഏതോ ചീള് കടലാസിന്റെ ബലത്തില് നീ ഒരു അഴിഞ്ഞാട്ടക്കാരി ഇവിടെ കയറ്റി താമസിപ്പിച്ചേക്കുന്ന പോലെ ഇവളെയും ഈ കുഞ്ഞിനെയും ഇവിടെ കയറ്റാമെന്ന് നീ മോഹിക്കണ്ട. മര്യാദയ്ക്ക് ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതാ നല്ലത്. എടി, നിനക്കെന്താ ഇവിടെ കാര്യം? നിന്നോട് ആരാ ഇതിനെയും കൊണ്ട് ഇവിടെ വരാൻ പറഞ്ഞത്? ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നാണോ നിന്റെ ഉദ്ദേശം? കടക്കടി പുറത്ത്. ചേച്ചി? ആരുടെ ചേച്ചി? നീ ആരാ എന്റെ? എനിക്കിങ്ങനെ ഒരു അനിയത്തി ഇല്ല.
എനിക്കാരെയും കാണാൻ വേണ്ട. എന്റെ അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ മരിച്ചുപോയി. പറഞ്ഞത് കേട്ടല്ലോ. മേലിൽ എന്നെ കാണാൻ ഇവിടെ വന്നു പോകരുത് ആരും. സന്തോഷായി ചേച്ചി. ഇവിടെ ഇങ്ങനെ ഒരാളുടെ ഭാര്യയായി കഴിയുകയാണെന്നറിഞ്ഞപ്പോ ആദ്യം വിശ്വസിക്കാൻ തോന്നിയില്ല എനിക്ക്. പക്ഷെ സത്യമാണെന്നറിഞ്ഞപ്പോ ചേച്ചിയെ കാണാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാ ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് രണ്ടും കൽപ്പിച്ചിവിടെ വന്നത്. എന്നെയും കുഞ്ഞിനെയും കാണുമ്പോഴെങ്കിലും ചേച്ചിക്ക് ചിലതെങ്കിലും ഓർമ്മ വരുമെന്ന് കരുതിപ്പോയി ഞാൻ. പക്ഷേ തെറ്റുപറ്റിയത് എനിക്കാ ചേച്ചി. ഞാൻ അറിഞ്ഞത് സത്യമല്ല. എന്റെ ചേച്ചി ഇവിടെയില്ല. ഈ നിൽക്കുന്നത് എന്റെ ചേച്ചിയുമല്ല. ഞാൻ അറിയുന്ന ചേച്ചിക്ക് ഒരിക്കലും ഇങ്ങനൊന്നും ആവാൻ കഴിയില്ല. അത് മനസ്സിലായല്ലോ. എങ്കിൽ എത്രയും വേഗം ഇവിടെ നിന്ന് പോവാൻ നോക്ക്. പൊയ്ക്കോളാം ഞാൻ. പക്ഷെ അതിനു മുൻപ് ഒരു ചോദ്യത്തിനും കൂടി നിങ്ങൾ എനിക്ക് ഉത്തരം തരണം. ഈ കുഞ്ഞിനെ ഞാൻ എന്തു വേണം? അനിയത്തെ വേണ്ടെന്ന് വെക്കുന്നത് പോലെ അത്ര എളുപ്പമല്ലല്ലോ നിങ്ങൾ പ്രസവിച്ച ഈ കുഞ്ഞിന്റെ കാര്യം. പറയണം. ഞാൻ ഇതിനെ എന്ത് വേണമെന്ന് കൂടി പറഞ്ഞു തന്നാ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. നീ ഇതിനെ എന്ത് ചെയ്താലും എനിക്കൊന്നുമില്ല. ഇതെന്റെ ആരുമല്ല. ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ ഇതിനെ വളർത്തുകയോ കളയുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോ. അല്ലെങ്കിലേ കൊണ്ടുപോയി വല്ല അമ്മ തൊട്ടില്ലോ ഉപേക്ഷിക്കും.